അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മുടെ കോയക്കോടിങ് നടത്തുന്ന യുക്തിവാദി ലിയാഖത്ത് ആരിഫല്ലോ എൻ്റെ പേര് ആരിഫ്. അവനൊരാൾ ഫോൺ ചെയ്തത് ഒരു സംന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വളക്കാൻ വേണ്ടി എടുത്ത് നോക്കിയതും അതിൽ നിന്ന് അവസാനം അവൾ പിന്മാറാനുള്ള കാരണം മതത്തിലേക്ക് വരണമെന്നാലേ ഓളെ ജാതിക്ക് പോകണമെന്നാലേ അവളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ അത് മതം തലക്ക് പിടിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം പ്രേരണനിരാസം കൊണ്ടിട്ട് അവന് എന്താക്കി ഇവിടെ യുക്തിവാദിയാക്കി മാറ്റാൻ ഈ ആരിഫ് ഹുസൈൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെങ്കിൽ ഉള്ളതോ അല്ലാത്തതൊന്നും അറിയില്ല. ഇങ്ങനെയാണ് ഇവനെ യുക്തിവാദത്തിലേക്ക് ആളെ കൂട്ടുന്നത്. ഇപ്പോൾ ആ ഹിന്ദു സഹോദരൻ യുക്തിവാദിയായിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവൻ തന്നെ പറഞ്ഞു ലോ ജിഹാദ് പറഞ്ഞൊന്നുമില്ല. പിന്നെ അത് ഇവരിങ്ങനെ ഈ രൂപത്തിൽ എന്തു ചെയ്യാണ്, ഈ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിലേക്ക് സ്ത്രീകളെ ഇറക്കിക്കൊണ്ടും എന്ത് ചെയ്യാണ്, മതം മാറ്റാനുള്ള ഒരു കഠിനമായ പരിശ്രമമാണെന്നൊക്കെ പറയുന്നുണ്ട്. വെറും വിഡ്ഢികളെ ലോകത്ത് ജീവിക്കുന്ന ഈ അരഫ് ഹുസൈനും എന്നെപ്പോലെ യുക്തിവാദികളും ലിയാഖത്തടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ കോളിങ് പറഞ്ഞുകൊണ്ട് ഒരാൾക്കാർ ചട്ടം കെട്ടി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം പറയുന്നത് ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല. അന്യമതസ്ഥരിൽപ്പെട്ട ആളുകളെ സ്നേഹം നടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊരു വകുപ്പില്ല, കാണാൻ തന്നെ വകുപ്പില്ല. ആ മുസ്ലിമീങ്ങളാകട്ടെ മുസ്ലിമീങ്ങളെ തന്നെ പ്രേമിച്ച് സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് മതം തലക്ക് പിടിച്ചിട്ടല്ലാതെ മതത്തിൻ്റെ നിയമമാണ്. ഓരോ മതത്തിനും ഓരോ നിയമമുണ്ട്. ആ നിയമം അനുസരിക്കുന്നവരാ മുസ്ലിമീങ്ങൾ. ഈ നിയമത്തിൻ്റെ വേലിക്കെട്ടിൻ്റെ അപ്പുറം ചാടിയവരാണ് ഈ ഇങ്ങനെയൊക്കെ ഫോൺ ചെയ്യണതും ഇങ്ങനെ വിളിക്കുന്നതും പ്രേമം നടിക്കുന്നതും ഒക്കെ. അവരും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനെ ഇസ്ലാമിൻ്റെ മുന്നിൽ വെച്ച് കെട്ടണ്ട എന്നാണ് ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്. എന്നാൽ ഇസ്ലാമിന് വളരെ പവിത്രമായ പല കർക്കശമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽപ്പെട്ടതാണ് എന്ത്, ഒരാളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ സ്ത്രീയുടെ മുഖവും മുഖയും മാത്രമേ കാണാൻ അർഹതയുള്ളൂ. അത് തന്നെ ഓരോ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ നേരെ മറിച്ച് അതിൻ്റെ മുമ്പുള്ള ബന്ധങ്ങളോ ലോക്യങ്ങളോ അത് കാരണമായിട്ട് മതം മാറി എന്ത് ചെയ്താലും അതിന് ദീനിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ബാലപാഠം പോലും അറിയാത്ത ഈ ഇസ്ലാമിനെ പറ്റി അറിയുമെന്ന് പറയുന്ന ആരിഫ് ഹുസൈനൊക്കെ മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഒന്ന് ദീനിലില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഈ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവർ യുക്തിവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം യുക്തിവാദികളുടെ ഈ ഓരോ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എത്രയോ ആളുകൾ അവിടെ എന്താണ് അങ്ങോട്ടോട്ട് സ്നേഹം നടിച്ച് പല ജാതിക്കാർ മതം മാറിക്കൊണ്ടുപോയി എൻ്റെ മതത്തിലും ഞാൻ എൻ്റെ മതത്തിലും നടന്ന് ജീവിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യഭിചാരം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യം. അത് മാത്രമല്ല വ്യഭിചാരം, അതിൻ്റെ മുമ്പുള്ളതൊക്കെ വ്യഭിചാരം. ഒരാളെ സ്നേഹം നടിച്ച് അവരോട് എന്താണ് മുസ്ലിമീങ്ങളോട് തന്നെ അങ്ങോട്ടോട്ട് എന്താണ് കത്ത് മുഖേനയോ അവൻ്റെ കൈ വ്യഭിചരിക്കണമെന്നുണ്ട്, അവരടുത്ത് ചെല്ലുമ്പോൾ കാല് വ്യഭിചരിക്കണമെന്ന്. അപ്പോൾ അത് മുസ്ലിം ആവേണ്ട, മുസ്ലിമായവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വിവാഹത്തിൻ്റെ മുമ്പ് ഉള്ള എല്ലാ ഏർപ്പാടുകളും ലോക്യങ്ങളും ഈ വിവാഹ വാഗ്ദാനങ്ങളും ഇതൊക്കെ ചെയ്ത് സ്നേഹം നടിച്ച് അവരെ പിന്നാലെ കൂടുന്നത് ഏറ്റവും വലിയ കർക്കശമായ തെറ്റാണ്, കഠിനമായ കുറ്റമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മതം തലക്ക് പിടിച്ചത് കൊണ്ടല്ല, മതത്തിൻ്റെ നിയമമാണത്. പന്നിയിറച്ചി പന്നിയിറച്ചിയൊക്കെ ഉദാഹരണം പറഞ്ഞത് അത് മതം തലക്ക് പിടിച്ചാണെന്നുള്ള തെളിവ് പറഞ്ഞവൻ എന്താണോ, നല്ല പന്നിയിറച്ചി തിന്നാൻ വേണ്ടിയിട്ട് എന്താക്കി ഒരാൾക്ക് നല്ല ടേസ്റ്റ് തോന്നിയവർക്ക് തിന്നു, പന്നിയാണോ അല്ലേന്ന് അറിയാൻ തിന്നിട്ട് നല്ല ടേസ്റ്റിൽ ഇറച്ചി, പിന്നെ രണ്ടാമത് അത് കൊണ്ടേ കൊടുത്തു. അപ്പോൾ അവന് അത് തിന്നൂല. കാരണം എന്താണ്, എൻ്റെ മതം തലക്ക് പിടിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത്, സാധന രസമല്ലിട്ടല്ലാന്ന്. ഇതാണ് ഒരു ഉദാഹരണം പറയാൻ പറ്റിയത്. വിഡ്ഢികൾക്ക് യോജിച്ച ഉദാഹരണം തന്നെയാണ് വിഡ്ഢി പറഞ്ഞത്. കാരണം എന്താണ്, മതത്തിൻ്റെ കർക്കശമായ നിയമം അത് മാത്രമല്ല, ചത്ത കോയിനെ തിന്നാൻ പറ്റൂല എന്നാ. ഒരു കോഴി ചത്തെടുക്കുന്നുണ്ട്, എന്തോ വിഷം പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ചത്തു, അല്ലെങ്കിൽ വീണ് ചത്തു, ഒലക്ക വീണ് ചത്തു എന്ന് വിചാരിച്ചോളി. ആ ചത്ത കോയിനെ അത് നല്ല പന്നിയൊന്നും ആക്കണ്ട, നല്ല സാധനം തന്നെ. അത് നല്ലോണം എന്താക്കി മുറിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഉപ്പും മുളകൊക്കെ തേച്ചുകൊണ്ട് പൊരിച്ചാൽ ചുട്ടെടുത്താൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും.
പക്ഷേ മതം പറയുന്നു അത് ഹറാമാണ്, നജസ് ഹറാമാണ്, തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിന്നൂല. എന്നതുപോലെ ഒരു സ്ത്രീയെ അന്യജാതിയാട്ടെ അവനവൻ്റെ ജാതിയാട്ടെ അവരെ സ്നേഹിച്ചു കണ്ടോ അല്ലാതെ മതം മാറ്റാന്നുള്ള ഉദ്ദേശത്തിലോ അല്ലാതെ അവരെ സ്നേഹിക്കാൻ പാടില്ല, കുറ്റമാണ്, തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെതിരെ ലിയാഖത്തിനോ എന്നപോലെ ആരിഫ് ഹുസൈനും ഒരു വാക്കും പറയാൻ കഴിയാത്തത്. ജാമിദക്ക് പോലും ഒന്നും പറയാൻ കഴിയാത്തതാണ്. അങ്ങനെ സ്നേഹം നടിച്ചുകൊണ്ട് ഈ കൊണ്ടുവരികയാണെങ്കിൽ ജാമിദ ഈ ജാമിദാനെ ഇന്നാളിനെ സ്നേഹം നടിച്ച് മതം മാറ്റാൻ നോക്കി ഇനി നുണ പറയും. കാരണം എന്താ, അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇവള് പഠിപ്പിച്ചത് ഇവിടുത്തെ ജാമ്യയിലൊക്കെ ആണല്ലോ പഠിച്ചതെന്ന് പറയുന്നത്. മുജാഹിദിൻ്റെ കുറച്ച് ആളോടെ പഠിച്ച് അവിടുത്തെ മലയാള ബുക്കൊക്കെ ഈ പഠിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം അങ്ങനെ തെണ്ടി അടക്കുന്ന സാധുക്കളായ ആൾക്കാരൊക്കെ ഉണ്ടാകും. അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുക, അങ്ങനെ ബുക്കും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കുതന്ത്രങ്ങളിൽ വീഴാതെ അവനവൻ്റെ വിശ്വാസം ഏത് ജാതിയാവട്ടെ അവരെ വിശ്വാസം സൂക്ഷിച്ച് അവരെ മതത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്യാൻ വേണ്ടി നോക്കുക. അതിലാണ് നമുക്ക് എന്താണ് ഈ നന്മ ഉണ്ടാകുക. കാരണം ഒരു പ്രസവമൊക്കെ എടുത്താൽ അവരെ അമ്മനെയും അച്ഛനും വേണ്ടി വരും, ഉമ്മാനും പാപ്പാനും വേണ്ടി വരും. അപ്പോൾ അവിടെ അടുപ്പിക്കൂല. അപ്പോഴാണ് ഈ സ്ത്രീകൾക്കൊക്കെ ആവശ്യം വരിക. അവൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും ബുദ്ധിമുട്ടും വിഷമം അനുഭവിക്കുമ്പോൾ അങ്ങോട്ട് തള്ളണമെങ്കിൽ അവൻ്റെ വീട്ടിൽ പോരേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അവർ ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് അന്യജാതിയിൽപ്പെട്ടവരാട്ടെ സ്വന്തം ജാതിയിൽപ്പെട്ടവരാട്ടെ മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ട ആളുകളെ ഈ സ്വന്തം മതത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്യുന്നതിന് പകരം അന്യമതത്തിൽപ്പെട്ടവരെ ആരും സ്നേഹിക്കാനോ അവരെ വിവാഹം ചെയ്യാനോ പോകരുത്. ഇത് ഏറ്റവും കഠിനമായ തെറ്റാണ്. ലവ് ജിഹാദ് പറഞ്ഞൊന്നുമില്ല. കാരണം അങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഇവർ പ്രചരിപ്പിച്ച് യുവാക്കളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിൻ്റെ ആളുകൾ പറയുന്ന ലവ് ജിഹാദ് ഇല്ല, അത് കഠിനമായ തെറ്റാണ്, കുറ്റമാണ്. ഇത് കഠിനമായ കുറ്റമാണ്, അതിലുള്ള സന്താനങ്ങൾ മുഴുവനും പേച്ചാ പോവുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ അവരെ ഉത്ബോധിപ്പിക്കുന്നത്. കാരണം അവനൻ്റെ മതത്തിൽപ്പെട്ടവർ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്, മറ്റു മതത്തിൽപ്പെട്ടവരെ കല്യാണം കഴിച്ചാൽ സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അങ്ങനെ ലവ് ജിഹാദും ഇല്ല. അങ്ങനെ ഒരു സ്ത്രീയെ സ്നേഹിച്ച് കൊണ്ടുവരാൻ പുരുഷനെ സ്നേഹിക്കാൻ സ്ത്രീക്കോ സ്ത്രീനെ സ്നേഹിക്കാൻ പുരുഷനോ അവകാശമില്ല, സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ. അതുകൊണ്ട് ഇവൻ പറയുന്ന എല്ലാ വിഡ്ഢിത്തരും മതം തലക്ക് പിടിച്ചതാണെന്ന് പറയേണ്ട. ഇതൊക്കെ ഈ യുക്തിവാദികൾ അവരെ യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രതിയോഗികളെ സങ്കല്പിച്ചുണ്ടാക്കുന്ന കെട്ടുകഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചാനൽ മധുരിക്കും അറിവുകൾ എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതര മതസ്ഥർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.